ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇതിലേക്കൊരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല 65 കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തു. ശേഷം 2 ടീസ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്. ഇനി വേണ്ടത് മസാലപ്പൊടികളാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, കറി പൗഡർ, ഉപ്പ്. ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി ചെറുനാരങ്ങ നീരാണ്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് നന്നാക്കി കുഴച്ച് റെഡിയാക്കി വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കണം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി കുഴച്ച് മിക്സ് ചെയ്തൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഇത് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് കിട്ടും. ശേഷം അതിൽ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില, അതേപോലെ മുളക് കൂടി പൊരിച്ച് ആ ചിക്കൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല രുചിയുള്ള, ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. നല്ല ഫ്രൈഡ് റൈസ്, അതേപോലെ തന്നെ ചൂട് പൊറാട്ടക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് കുറച്ച് ചാറ്റ് മസാലയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ചാറ്റ് മസാലയും ചെറുനാരങ്ങ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല സലാഡുകളൊക്കെ വെച്ച് നല്ല ഡെക്കർ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ 65 അല്ല ചിക്കൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.